ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള സ്റ്റെനോഗ്രാഫർ 2024 റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ്. റോഡ് ടു ജോബ് നിങ്ങൾക്ക് ഫ്രീ ആയി അപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. അതിനായി ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതിയാവും. SSC സ്റ്റെനോഗ്രാഫർ C&D എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 17th ഓഗസ്റ്റ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് 18th ഓഗസ്റ്റ്. ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഒക്ടോബർ ടു നവംബർ 2024 ആണ്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ഗ്രൂപ്പ് B പോസ്റ്റാണ്, നോൺ ഗസറ്റഡ് ആണ്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D ഗ്രൂപ്പ് C പോസ്റ്റാണ്, നോൺ ഗസറ്റഡ് ആണ്. ടെൻഡേറ്റീവ് വേക്കൻസി അപ്രോക്സിമേറ്റ്ലി 2006 വേക്കൻസിയാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് D സെപ്പറേറ്റ് ആയിട്ടാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഗ്രേഡ് Cക്ക് 18 to 30 years ആണ് ലിമിറ്റ് വരുന്നത്. ഗ്രേഡ് Dക്ക് 18 to 27 years ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഏജ് റിലാക്സേഷൻ വരുന്നത് SC/ST 5 year, OBC 3 year, PWD കാൻഡിഡേറ്റിന് 10 years, PWD OBC 13 years. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അപ് ടു 40 years ഫോർ ലെസ് ദാൻ 3 years സർവീസ് ആണ്. മോർ ദാൻ 3 years സർവീസ് ഉണ്ടെങ്കിൽ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. വിഡോസിന് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. മിനിമം +2 ആണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്ലിക്കേഷൻ ഫീ വരുന്നത് 100 ആണ്. വിമൺ കാൻഡിഡേറ്റ്, ST കാൻഡിഡേറ്റ്, SC കാൻഡിഡേറ്റ്, PWD കാൻഡിഡേറ്റ്, എക്സ് സർവീസ്മെൻ ഇവർക്കൊന്നും ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സാം സെൻറ്റേഴ്സ് കേരളത്തിൽ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ. അതുപോലെ തന്നെ ലക്ഷദ്വീപിലും എക്സാം സെൻറ്റർ ഉണ്ട്. കവരത്തി ദ്വീപിലാണ് എക്സാം സെൻറ്ററായിട്ട് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയതുകൊണ്ട് 3 സബ്ജക്റ്റായിട്ടാണ് 200 മാർക്കിലാണ് എക്സാം. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 മാർക്ക്, ജനറൽ അവയർനെസ് 50 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനിൽ 100 മാർക്ക്. 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടോട്ടലി ഈ എക്സാമിന് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പ്രിസ്ക്രൈബ്ഡ് സിലബസ് സ്പെസിഫിക് ആയിട്ട് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. CBT എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സ്കിൽ ടെസ്റ്റിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ്. സ്കിൽ ടെസ്റ്റ് ഡ്യൂറേഷൻ 10 മിനിറ്റ് ആണ്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആവാം. അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. കാൻഡിഡേറ്റിന് തിരഞ്ഞെടുക്കാം ഇംഗ്ലീഷ് വേണോ ഹിന്ദി വേണോ എന്ന്. സ്കിൽ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഗ്രേഡ് C ആണെങ്കിൽ 80 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. ഗ്രേഡ് D ആണെങ്കിൽ 100 വേർഡ് പെർ മിനിറ്റ് ആണ്. അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ടൈം സെപ്പറേറ്റ് ആണ്. ഗ്രേഡ് Dക്കും ഗ്രേഡ് Cക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിനും ഹിന്ദിക്കും സെപ്പറേറ്റ് ആണ്. ഇനി പറയാൻ പോകുന്നത് മോഡ് ഓഫ് സെലക്ഷൻ ആണ്. മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് 30% ജനറലിനും OBC EWS 25%. ബാക്കി എല്ലാ കാറ്റഗറിക്കും 20% ആണ് ക്വാളിഫിക്കേഷൻ മാർക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഈ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയി ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനായി ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്.